ഹലോ, നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ടൈപ്പ് റൈറ്റർ പഠിച്ചതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്സും ഫങ്ഷൻസും ഒക്കെ പറഞ്ഞു, 5 മെക്കാനിസം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ ബേസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്നുകൂടെ നോക്കാം. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് പാർട്ട് ഓഫ് ദി ടൈപ്പ് റൈറ്റർ ഡു ദി റിജിഡ് ഡോഗ് ആൻഡ് ലൂസ് ഡോഗ് ആക്ട്? എ, എസ്കേപ്മെൻറ്റ് വീൽ, ബി, പിനിയൻ വീൽ, സി, തമ്പ് വീൽ, ഡി, നൺ ഓഫ് ദി എബോവ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എസ്കേപ്മെൻറ്റ് മെക്കാനിസത്തിനകത്ത് വരുന്ന 2 കാര്യങ്ങളാണ് ലൂസ് ഡോഗും റിജിഡ് ഡോഗും. അപ്പോൾ ഇതിൽ ഏതിലാണ് ഈ രണ്ടും വരുന്നത്? ടൈപ്പ് റൈറ്റർ ഡു ദി റിജിഡ് ഡോഗ് ആൻഡ് ലൂസ് ഡോഗ് ആക്ട്. അതിൻ്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞതാണ്. ഏതാണ് ആൻസർ നോക്കാം. എസ്കേപ്മെൻറ്റ് വീലാണോ, പിനിയൻ വീലാണോ, തമ്പ് വീലാണോ, നൺ ഓഫ് ദി എബോവ്? ലൂസ് ഡോഗ് ആൻഡ് റിജിഡ് ഡോഗ് ആക്ട് ഓൺ വിച്ച് വീൽ? അതാണ് ചോദ്യം. നമുക്ക് നോക്കാം. ദി ആൻസർ ഈസ് എസ്കേപ്മെൻറ്റ് വീൽ. ഇതാണ് ഫംഗ്ഷൻ. ലൂസ് ഡോഗ് അതിനെ ഹോൾഡ് ചെയ്ത് വയ്ക്കുമ്പോൾ ടൂത്ത് ഓഫ് ദി എസ്കേപ്മെൻറ്റ് വീലിനെ ഹോൾഡ് ചെയ്ത് വയ്ക്കും. അത് കഴിഞ്ഞ് വിടുമ്പോഴത്തേക്കും അതിനെ പിടിച്ചെടുക്കുന്നത് റിജിഡ് ഡോഗാണ്. അതിനെ എന്ത് ചെയ്യുന്നു? ലൂസ് ചെയ്ത ടൂത്തിനെ പിടിക്കുന്നത് റിജിഡ് ഡോഗാണ്. അപ്പോൾ ലൂസ് ഡോഗും റിജിഡ് ഡോഗും ആക്ട് ചെയ്യുന്നത് ഏതിലാണ്? എസ്കേപ്മെൻറ്റ് വീലിലാണ്. ലൂസ് ഡോഗ് ആൻഡ് റിജിഡ് ഡോഗ് ആക്ട് ഓൺ എസ്കേപ്മെൻറ്റ് വീൽ. ദെൻ നിങ്ങളെല്ലാം ഗവൺമെൻറ് ലെറ്ററിൻ്റെ കവർ കണ്ടിട്ടുണ്ടാവും. ആ കവറിലെ ടൈപ്പിംഗ് ആണിത്. ഓൺ IGS, on IGS, on the envelope of an official letter is found on. അതിൻ്റെ അബ്രിവേഷൻ്റെ ഫുൾ ഫോം അല്ല ചോദിച്ചിരിക്കുന്നത്, where it is found on. IGS, on IGS, on the envelope of an official letter is found on top right, top left, top center, bottom right. എവിടെയാണ് നമ്മൾ ഈ ഓൺ IGS എന്നുള്ള സീല് നമ്മളൊരു ടൈപ്പ് ചെയ്ത ഒരു പേപ്പർ അയക്കുന്ന കവറിൻ്റെ പുറത്ത് വയ്ക്കുന്നു? ഓൺ IGS, ടോപ്പ് റൈറ്റ്, ടോപ്പ് ലെഫ്റ്റ്, ടോപ്പ് സെൻറ്റർ, ബോട്ടം റൈറ്റ്. ആൻസർ ഈസ് വേറെ ടോപ്പ് സെൻറ്റർ. ടോപ്പ് സെൻറ്ററിലായിട്ടാണ് IGS. ലെഫ്റ്റോ റൈറ്റോ കുറിച്ച് നീങ്ങാറുണ്ട്. ശരിക്കും കറക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ടോപ്പ് സെൻറ്ററിലായിരിക്കണം. ഓൺ IGS, of on the envelope of an official letter is found on top center. Then the main function of rocker mechanism is to help. നമ്മൾ ഡിറ്റൻ്റ് ഓർ പഠിച്ചതാണ് റോക്കർ മെക്കാനിസം, റാച്ചറ്റ് മെക്കാനിസം ഒക്കെ. Then here main function of the rocker mechanism is to help color indication ribbon, step by step movement, tab setting, thumb wheel. The rocket mechanism is to help color indication ribbon, step by step movement, tab setting, thumb wheel. ആൻസർ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഇതാണ് നമ്മുടെ ചോദ്യം. റോക്കർ മെക്കാനിസം. ദെൻ ആൻസർ ഈസ് വാട്ട്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റ്. നമ്മൾ കഴിഞ്ഞ ഫംഗ്ഷൻ പറഞ്ഞു ടൈപ്പിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻ്റ് ആണ്. അത് കൺട്രോൾ ചെയ്യുന്നത് റോക്കർ മെക്കാനിസം. റോക്കർ മെക്കാനിസം ആണ് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റ് സഹായിക്കുന്നത്. അപ്പോൾ റോക്കർ മെക്കാനിസം ഹെൽപ്പ് ടു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റ് ഓഫ് ദി ടൈപ്പ് റൈറ്റർ. റോക്കർ മെക്കാനിസം മറന്നു പോകരുത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റിൻ്റെ മെക്കാനിസമാണ് റോക്കർ മെക്കാനിസം. ദെൻ ദി ഗൈഡ് റോ ഓഫ് കീബോർഡ് ഈസ് അറേഞ്ച്ഡ് ഫ്രം ടോപ്പ് പീസ്. നിങ്ങൾ കീബോർഡ് കണ്ടിട്ടുണ്ടോ? ഈ ടൈപ്പ് റൈറ്ററിൻ്റെ 4 റോ ഉണ്ട് ഇല്ലേ? 4 റോ ഉണ്ട്. അതിൽ 4 റോയിൽ ദി ഗൈഡ് റോ ഓഫ് കീ ബോർഡ് ഈസ് അറേഞ്ച്ഡ് ഫ്രം. ഗൈഡ് റോ എന്ന് പറയുന്നത് ഏതാണ്? വെച്ചാൽ ദി ഗൈഡ് കീസ്. ഗൈഡ് കീസ് ഏതാണ്? ടൈപ്പ് റൈറ്ററിന് അറിയാമോ ആർക്കെങ്കിലും? ഗൈഡ് കീസ് എന്ന് പറയുന്നത് എ ആൻഡ് സെമി കോളൻ. എ ആൻഡ് സെമി കോളൻ ഈസ് നോൺ ആസ് ഗൈഡ് കീസ്. എവിടെയാണ് ഈ എ ആൻഡ് സെമി കോളൻ എന്ന് പറയുന്ന ആ റോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഫ്രം ടോപ്പാണ് ചോദിക്കുന്നത്, ബോട്ടം അല്ല. ഫ്രം ടോപ്പ്. ഗൈഡ് റോ എന്ന് പറയുന്നത് എ ആൻഡ് സെമി കോളൻ വരുന്ന റോയെയാണ് നമ്മൾ ഗൈഡ് റോ എന്ന് പറയുന്നത്. നമ്മൾ ഒരു ടൈപ്പിസ്റ്റ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ഡ്രോയിലാണ് നമ്മുടെ ഫിംഗർ രണ്ടും ഇരിക്കുന്നത്. 2 ലിറ്റിൽ ഫിംഗറും ഒരു ലിറ്റിൽ ഫിംഗർ എയിലും മറ്റേ ലിറ്റിൽ ഫിംഗർ സെമി കോളനും വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത്.
ആ വിരൽ അവിടെ തന്നെ ഇരിക്കും. അവിടെ നിന്നാണ് നമ്മൾ വിരലെല്ലാം മൂവ് ചെയ്യിക്കുന്നത്. അല്ലാതെ കമ്പ്യൂട്ടറിലെ പോലെ ഒരു വിരൽ രണ്ട് വിരൽ മെക്കാനിസം അല്ല കേട്ടോ. അപ്പം നമ്മൾ ഗൈഡ് റോയിലാണ് നമ്മുടെ ഈ രണ്ട് ലിറ്റിൽ ഫിംഗേഴ്സ് വെക്കുന്നത്. ആ ഗൈഡ് റോ ഏതാണ്? ഫ്രം ടോപ്പിൽ നിന്ന് വരുമ്പോൾ എത്രാമത്തെ റോയാണ് ഈ ഗൈഡ് കീസ് വരുന്നത് എന്നാണ് ചോദ്യം. എ ഫസ്റ്റ് റോ, ബി സെക്കൻഡ് റോ, സി തേർഡ് റോ, ഡി ഫോർത്ത് റോ. ഫ്രം ടോപ്പാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഏതാണ്. തേർഡ് റോയിലാണ് വരുന്നത്. അതായത് ക്യൂ എന്ന് പറഞ്ഞ ലെറ്റർ തുടങ്ങും, അത് കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റർ വരുന്നു, 1 2 3 എന്നുള്ള വരുന്നു, അത് കഴിഞ്ഞ് ക്യൂ എന്നുള്ളൊരു റോ വരുന്നുണ്ട്, അത് കഴിഞ്ഞ് വരുന്നതാണ് എ. അപ്പോൾ എ എന്ന് പറയുന്നതാണ് തേർഡ് റോ. ഫ്രം ടോപ്പാണ്. ബോട്ടം ആണെങ്കിലോ സെക്കൻഡ് റോ വരും. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. ദി ഗൈഡ് റോ ഓഫ് എ കീബോർഡ് ഈസ് അറേഞ്ച്ഡ് ഫ്രം ടോപ്പ് ആണെങ്കിൽ തേർഡ് റോ ആണ്, ഫ്രം ബോട്ടം ആണെങ്കിൽ സെക്കൻഡ് റോ ആണ്. കാര്യം സ്പേസ് ബാർ, അത് കഴിഞ്ഞ് ഇസഡ് എന്നുള്ളൊരു റോ തുടങ്ങുന്നുണ്ട്, അതിന് മുകളിൽ വരുന്നതാണ് എ. അപ്പം ഫ്രം ബോട്ടം ആണെങ്കിൽ സെക്കൻഡ് റോ വരും, ടോപ്പ് ആണെങ്കിൽ തേർഡ് റോ. ക്വസ്റ്റ്യൻ കറക്റ്റ് വായിച്ചിട്ട് ആൻസർ എഴുതാവുള്ളൂ. രണ്ട് രീതിയിലും ചോദിക്കാം. ഗൈഡ് റോ എന്ന് പറയുന്നത് ഫ്രം ടോപ്പ് ആണെങ്കിൽ തേർഡും ഫ്രം ബോട്ടം ആണെങ്കിൽ സെക്കൻഡ് റോയുമാണ്. ക്ലിയർ ആയല്ലോ ഇത്? ദെൻ എ ആൻഡ് സെമി കോളൻ ഇൻ എ ടൈപ്പ് റൈറ്റർ ഈസ് നോൺ ആസ്. പറഞ്ഞോളൂ നമ്മൾ ഗൈഡ് കീസ്, മാസ്റ്റർ കീസ്, ക്യാരക്ടർ കീസ്, ഹോം കീസ്. അതാണ് ഗൈഡ് കീസ്, മാസ്റ്റർ കീസ്, ക്യാരക്ടർ കീസ്, ഹോം കീസ്. A and a semicolon in a typewriter is known as guide keys, master keys, character keys or home keys. Which is the answer? Answer is guide keys. ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു ടൈപ്പിസ്റ്റിൻ്റെ രണ്ട് ലിറ്റിൽ ഫിംഗേഴ്സ് ഇരിക്കുന്നത് എ ആൻഡ് സെമികോളനിലാണ്. അതിൽ നിന്നാണ് നമ്മൾ വിരലുകൊണ്ട് ടൈപ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ ഗൈഡ് കീസ് എന്ന് പറയുന്നത് എ ആൻഡ് സെമികോളൻ. Then which side of a typewriter ribbon position indicator is found on? Ribbon position indicator is found on which side of a typewriter the ribbon position indicator is found on? A left side of the keyboard, B right side of the keyboard, C left side of the thumb wheel, D none of these. Ribbon, typewriter ribbon position indicator is found on. In a typewriter, ribbon position indicator is found on which side, which position? Left side of the keyboard ആണോ, right side of the keyboard ആണോ, അതായത് left side of the thumb wheel ആണോ, none of the above ആണോ? Which is the answer? നോക്കാം നമുക്ക്. എവിടാണ്? ലെഫ്റ്റ് സൈഡ് ഓഫ് ദി thumb wheel. The ribbon position indicator is found on left side of the thumb wheel. That is the answer. Ribbon position indicator is found on left side of the thumb wheel. Then in which part the universal bar of typewriter is connected? In which part the universal bar of typewriter is connected? A dog block, B main spring, C carriage rack, D type bar segment. Which part of the universal bar of typewriter is connected? A dog block, B main spring, C carriage rack, D type bar segment. Answer is dog block. Dog blockilana universal bar of typewriter is connected. Universal bar of typewriter is connected to ഡോഗ് ബ്ലോക്ക്. മെയിൻ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ ടെൻഷൻ ഇൻക്രീസ് ചെയ്യുകയും മിനിമൈസ് ചെയ്യുകയും ലെവലിൽ കൊണ്ടുപോകുകയും ചെയ്യും മെയിൻ സ്പ്രിങ് ആണ്. മെയിൻ സ്പ്രിങ് ആക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, മെയിൻ സ്പ്രിങ് ആണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സൽ ബാർ ഓഫ് ടൈപ്പ്റൈറ്റർ ഈസ് കണക്റ്റഡ് ടു ഡോഗ് ബ്ലോക്ക്. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി ടൈപ്പ്റൈറ്റർ ദി പിനിയൻ വീൽ ഈസ് കണക്റ്റഡ്? In which part of the typewriter the pinion wheel is connected? A thumb wheel, B escapement wheel, C ratchet wheel, D backspacer. Pinion wheel is connected. A thumb wheel, B escapement wheel, C ratchet wheel, D backspacer. എവിടാണ് നോക്കാം നമുക്ക്. എവിടാണ്? escapement wheel. Pinion wheel is connected to escapement wheel. Pinion wheel is connected to escapement wheel. What is the shape of the platen in a typewriter? What is the shape?
ഷേപ്പ് ഓഫ് ദി പ്ലേറ്റൺ ഇൻ എ ടൈപ്പ്റൈറ്റർ. ഏതാണ് ഷേപ്പ്? റൗണ്ട്, റെക്റ്റാങ്കിൾ, പിരമിഡ്, സ്ക്വയർ. റൗണ്ട്, റെക്റ്റാങ്കിൾ, പിരമിഡ്, സ്ക്വയർ. വാട്ട് ഈസ് ദി ഷേപ്പ് ഓഫ് ദി പ്ലേറ്റൺ? എന്താണ്? റൗണ്ട് ആണോ, റെക്റ്റാങ്കിൾ ആണോ, പിരമിഡ് ആണോ, സ്ക്വയർ ആണോ? ഏതാണ് ആൻസർ? നമുക്കറിയാവുന്നതാണത് റൗണ്ട് ഷേപ്പാണ്. ഒരു ബ്ലാക്കിലോ ഏകദേശം ബ്ലൂയിഷ് കളറിലോ ഇരിക്കുന്നതാണ്, റൗണ്ടിലുള്ളതാണ് നമ്മൾ പ്ലേറ്റൺ എന്ന് പറയുന്നത്. അതിലാണ് പേപ്പർ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. പേപ്പർ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് പ്ലേറ്റണിലാണ്. പേപ്പർ റോൾ ചെയ്ത് വരണമെങ്കിലും റൗണ്ട് ഷേപ്പ്, റെക്റ്റാങ്കിളോ പിരമിഡോ സ്ക്വയറോ ഒക്കെ ആയ പേപ്പർ അങ്ങനെ റോൾ ചെയ്ത് വരുമോ? അപ്പോൾ റോൾ ചെയ്ത് വരണം പേപ്പർ, അല്ലെങ്കിൽ ഒരിടത്ത് തന്നെ ടൈപ്പ് വരത്തില്ലേ? അപ്പം റോളിങ്ങിന് സഹായിക്കുന്ന റൗണ്ട് ഷേപ്പാണ്. അപ്പോൾ പ്ലേറ്റിൻ്റെ ഷേപ്പ് എന്താണ്? റൗണ്ട്. ദി ഷേപ്പ് ഓഫ് എ പ്ലേറ്റൺ ഇൻ എ ടൈപ്പ്റൈറ്റർ ഈസ് റൗണ്ട് ഇൻ ഷേപ്പ്. ദെൻ വിച്ച് പാർട്ട് കൺട്രോൾ ദി മൂവ്മെൻറ്റ് ഓഫ് ക്യാരേജ് ഇൻ എ ടൈപ്പ്റൈറ്റർ? ക്യാരേജിനെ കൺട്രോൾ ചെയ്യുന്നത് ഏത് പാർട്ടാണ്? ദി വിച്ച് പാർട്ട് കൺട്രോൾ ദി മൂവ്മെൻറ്റ് ഓഫ് എ ക്യാരേജ് ഇൻ എ ടൈപ്പ്റൈറ്റർ? എ ബെൽ, ബി ബാക്ക് സ്പേസർ, സി ലൂസ് ഡോഗ് ആൻഡ് റിജിഡ് ഡോഗ്, ഡി ഡ്രോക്കോഡ്. എ ബെൽ, ബി ബാക്ക് സ്പേസർ, സി ലൂസ് ഡോഗ് ആൻഡ് റിജിഡ് ഡോഗ്, ഡി ഡ്രോക്കോഡ്. വിച്ച് പാർട്ട് കൺട്രോൾ ദി ക്യാരേജ് ഓഫ് എ ടൈപ്പ്റൈറ്റർ? ഏതാണ്? ലൂസ് ഡോഗ് ആൻഡ് റിജിഡ് ഡോഗ്. ഞാൻ നേരത്തെ പറഞ്ഞു എസ്കേപ്പ്മെൻറ്റ് വീലിൻ്റെ കൺട്രോളാണ് വരുന്നത്. എസ്കേപ്പ്മെൻറ്റ് വീലിൻ്റെ ടൂത്ത് ആദ്യം ലൂസ് ഡോഗ് പിടിക്കും, അത് വിട്ടുകൊടുക്കും, ആര് പിടിക്കും? റിജിഡ് ഡോഗ് പിടിക്കും. അങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ക്യാരേജ് കൺട്രോൾ ചെയ്യുന്നത് എസ്കേപ്പ്മെൻറ്റ് വീലിലെ ലൂസ് ഡോഗ് ആൻഡ് റിജിഡ് ഡോഗ്. എസ്കേപ്പ്മെൻറ്റ് വീലാണ്. എസ്കേപ്പ്മെൻറ്റ് വീലിലെ ലൂസ് ഡോഗ് ആൻഡ് റിജിഡ് ഡോഗാണ് എന്ത് ചെയ്യുന്നത്? ക്യാരേജിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ ചോദിക്കാം. വിച്ച് പാർട്ട് കൺട്രോൾ ദി മൂവ്മെൻറ്റ് ഓഫ് ദി ക്യാരേജ് എന്ന് ടൈപ്പ്റൈറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പിനിയൻ വീൽ, എസ്കേപ്പ്മെൻറ്റ് വീൽ ഇങ്ങനെ തന്നാൽ നമുക്ക് ഏത് എഴുതിയാൽ മതി? എസ്കേപ്പ്മെൻറ്റ് വീൽ എഴുതിയാൽ മതി. കാര്യം എസ്കേപ്പ്മെൻറ്റ് വീലിനെ കൺട്രോൾ ചെയ്യുന്നത് ലൂസ് ഡോഗ് ആൻഡ് റിജിഡ് ഡോഗാണ്. അപ്പോൾ ഇവിടെ മൂവ്മെൻറ്റ് ഓഫ് ക്യാരേജ് ഈസ് കൺട്രോൾഡ് ബൈ ലൂസ് ഡോഗ് ആൻഡ് റിജിഡ് ഡോഗ്. വീലിൻ്റെ പേര് മാത്രം പറയുകയാണെങ്കിൽ പിനിയൻ വീലെന്നോ എസ്കേപ്പ്മെൻറ്റ് വീല്, റാച്ചറ്റ് വീൽ ഇങ്ങനെ തന്നിട്ട് ചോദിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ എസ്കേപ്പ്മെൻറ്റ് വീൽ എന്നാണ് ആൻസർ വരുന്നത്. ഇവിടെ ചോദിച്ചത്, ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതാണ് വരുന്നത്? ലൂസ് ഡോഗ് ആൻഡ് റിജിഡ് ഡോഗ്. എസ്കേപ്പ്മെൻറ്റ് വീലിനകത്താണ് ലൂസ് ഡോഗ് ആൻഡ് റിജിഡ് ഡോഗ് വരുന്നത്. അപ്പോൾ രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ക്യാരേജ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എസ്കേപ്പ്മെൻറ്റ് വീലാണ്. ആ എസ്കേപ്പ്മെൻറ്റ് വീലിലെ ലൂസ് ഡോഗും റിജിഡ് ഡോഗുമാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ കറക്റ്റ് വായിക്കുക, എന്നിട്ട് ആൻസർ എഴുതാവുള്ളൂ. വീലുകൾ മാത്രമാണെങ്കിൽ എസ്കേപ്പ്മെൻറ്റ് വീലാണ്, അല്ല ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ലൂസ് ഡോഗ് ആൻഡ് റിജിഡ് ഡോഗാണ്. Then the part of the typewriter that prints letters on paper by striking through the ribbon is called. The part of the typewriter that prints letters on paper by striking through the ribbon is called a key top, type bar, ribbon vibrator, shift lock. A. Key top, B. Type bar, C. Ribbon vibrator, D. Shift lock. Which is the answer? A, B, C or D? Answer is C. എന്താണ്? റിബൺ വൈബ്രേറ്റർ. ദി പാർട്ട് ഓഫ് ദി ടൈപ്പ്റൈറ്റർ ദാറ്റ് പ്രിൻസ്, ഞാൻ നേരത്തെ പറഞ്ഞു റിബൺ വൈബ്രേറ്ററിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ആണ് പേപ്പറിൽ ഇംപ്രഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. റിബണിനെ കറക്റ്റ് പൊസിഷനിൽ ടൈപ്പ് ചെയ്യുന്ന ആ കീ വന്ന് ടച്ച് ചെയ്യുന്നിടത്ത് കൊണ്ടുവരുന്നത് റിബൺ വൈബ്രേറ്ററാണ്. റിബൺ വൈബ്രേറ്റർ എം ഷേപ്പ് പോലെ ഇങ്ങനെ ഇരിക്കും. ആ റിബൺ വൈബ്രേറ്ററിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഇംപ്രഷൻ പേപ്പറിൻ്റെ കറക്റ്റ് പൊസിഷനിൽ പതിയാൻ സഹായിക്കുന്നത്. ഇംപ്രഷൻ പറഞ്ഞല്ലോ, ആ കീ വന്ന് റിബണിൽ തട്ടിയെങ്കിലേ കളർ വരത്തുള്ളൂ. അപ്പോൾ ആ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവരുന്നത് റിബൺ വൈബ്രേറ്ററാണ്. അപ്പം പാർട്ട് ഓഫ് ദി ടൈപ്പ്റൈറ്റർ ദാറ്റ് പ്രിൻസ് ലെറ്റേഴ്സ് ഓൺ പേപ്പർ ബൈ സ്ട്രൈക്കിംഗ് ത്രൂ റിബൺ ഈസ് കോൾഡ് റിബൺ വൈബ്രേറ്റർ. Then the part of the typewriter that moves as you type is called. നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് പോവുകയാണ്. ദി പാർട്ട് ഓഫ് ദി ടൈപ്പ്റൈറ്റർ ദാറ്റ് മൂവ്സ് ആസ് യു ടൈപ്പ് ഈസ് കോൾഡ് ദി കീബോർഡ്, ക്യാരേജ്, മാർജിൻ സെറ്റ്, ഫീഡ് റോളർ. എ കീബോർഡ്, ബി ക്യാരേജ്, സി മാർജിൻ സെറ്റ്, ഡി ഫീഡ് റോളർ. വിച്ച് ഈസ് ദി ആൻസർ? ആൻസർ ഈസ് ക്യാരേജ്. ക്യാരേജ് ആണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യുന്നത് ക്യാരേജ് ആണ്. സോ ദി പാർട്ട് ഓഫ് ദി ടൈപ്പ്റൈറ്റർ ദാറ്റ് മൂവ്സ് ആസ് യു ടൈപ്പ് ഈസ് കോൾഡ് carriage. Then the margin release key is used when? The margin release key is set alla, release key is used when
changing the ribbon, B. typing in uppercase, C. releasing the set margin to continue typing, D. removing the paper. Margin release key is used when we used margin release key. Changing the ribbon, typing in uppercase, releasing the set margin to continue typing, removing the paper. ഞാൻ നേരത്തെ ഒരു മെക്കാനിസം പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബെൽ മെക്കാനിസത്തിൻ്റെ കാര്യം. അപ്പോൾ ഇവിടെ എന്തിനായിരിക്കാം? ആൻസർ ഈസ് സി ആണ്. റിലീസിങ് ദി സെറ്റ് മാർജിൻ ടു കണ്ടിന്യൂ ടൈപ്പിംഗ്. 5 ക്യാരക്ടർ വരുമ്പോഴത്തേക്കും ബെല്ല് കേൾക്കും. അപ്പോൾ മാർജിൻ സെറ്റ് ചെയ്താൽ നമുക്ക് റിലീസ് ചെയ്യണമെങ്കിൽ ഏത് വേണം? മാർജിൻ റിലീസ് കീ. അപ്പോൾ മാർജിൻ റിലീസ് കീ ഈസ് യൂസ് ടു റിലീസിങ് ദി സെറ്റ് മാർജിൻ ടു കണ്ടിന്യൂ ടൈപ്പിംഗ്. ഇത് ബെൽ മെക്കാനിസമാണ് ഇന്ന് സഹായിക്കുന്ന മാർജിൻ എത്ര വരെ വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ദി ക്യാരേജ് സ്റ്റോപ്പ് സഡൻലി ഇഫ്. സഡൻലി നമ്മൾ ക്യാരേജ് സ്റ്റോപ്പ് സഡൻലി ഇഫ്. എപ്പോഴായിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്ത്, ക്യാരേജാണ് മൂവ് ചെയ്യുന്നത് പറഞ്ഞു, ക്യാരേജ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ്, പെട്ടെന്ന് ടൈപ്പിംഗ് സ്റ്റോപ്പ് ചെയ്തു. വാട്ട് വിൽ ഹാപ്പൻ? എന്തായിരിക്കാം സംഭവിച്ചത്? എ. സിലിണ്ടർ ഈസ് ഓൺ ഔട്ട്, ബി. റിബൺ ഈസ് കട്ട് ഓഫ്, സി. ക്യാരേജ് റാക്ക് ഈസ് ഓൺ ഔട്ട്, ഡി. ഡ്രോ കോഡ് ഈസ് കട്ട് ഓഫ്. നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ക്യാരേജ് മൂവ് ചെയ്യുന്നില്ല, ക്യാരേജ് സ്റ്റോപ്പ് ആയിപ്പോയി. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? വൈ ക്യാരേജ് ഈസ് സ്റ്റോപ്പ്? എന്തായിരിക്കാം റീസൺ? സിലിണ്ടർ ഈസ് ഓൺ ഔട്ട്, റിബൺ ഈസ് കട്ട് ഓഫ്, യാ ക്യാരേജ് റാക്ക് ഈസ് ഓൺ ഔട്ട്, ഓർ ഡ്രോ കോഡ് ഈസ് കട്ട് ഓഫ്. വിച്ച് ഈസ് ദി ആൻസർ? നമ്മൾ ടൈപ്പ് സഡൻ ആയിട്ട് നമ്മുടെ ക്യാരേജ് നിൽക്കാൻ കാരണം ദി ഡ്രോ കോഡ് ഈസ് കട്ട് ഓഫ്. റിബൺ കട്ട് ഓഫ് ആയാലും ഇംപ്രഷൻ വരും, റിബൺ പോയാലും കീ ബാർ ടൈപ്പ് ബാർ ഒന്നും എടുത്ത് തട്ടും, സിലിണ്ടർ എടുത്ത് തട്ടുക, പേപ്പർ തട്ടും, ഇംപ്രഷൻ വരും. റിബൺ ഇല്ലാന്നേ ഉള്ളൂ, കളർ വരത്തില്ലാന്നേ ഉള്ളൂ അല്ലേ? പക്ഷേ ഡ്രോ കോഡ് കട്ടായി പോയാൽ ക്യാരേജ് മൂവ്മെൻറ്റ് നിൽക്കും. ക്യാരേജ് മൂവ് ചെയ്താലേ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇഫ് ദി ക്യാരേജ് സ്റ്റോപ്പ് സഡൻലി ദെൻ വാട്ട് ഈസ് ദി റീസൺ? ദി റീസൺ ഈസ് ഡ്രോ കോഡ് ഈസ് കട്ട് ഓഫ്. ഡ്രോ കോഡ് കട്ടായാൽ ക്യാരേജ് മൂവ്മെൻറ്റ് സ്റ്റോപ്പായി പോവും. ദെൻ വൈ ഷുഡ് ദി പ്ലേറ്റൺ not be cleaned with a hard or sharp object? Why should the platen not be cleaned with a hard or sharp object? A. It causes color fading, B. It damages the paper feed mechanism, C. It may scratch and damage the rubber surface, D. It affects ribbon alignment. ആ പ്ലേറ്റണിൽ നമ്മൾ ഹാർഡ് സബ്സ്റ്റൻസ് ഉപയോഗിച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഈസ് എന്താണ്? ഇറ്റ് മേ സ്ക്രാച്ച് ആൻഡ് ഡാമേജ് ദി റൗണ്ട് റബ്ബർ സർഫേസ്. ആ റബ്ബർ സർഫേസിൽ സ്ക്രാച്ച് ആൻഡ് ഡാമേജ് വരും. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനും അതിൻ്റേതായ ഭംഗി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന പ്ലേറ്റനെ ഷാർപ്പ് ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതെന്ന് പറയുന്നത്. ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും. ക്ലീനിങ് ഓഫ് ടൈപ്പ് റൈറ്ററും നിങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ്. Then which part of the typewriter holds the paper in place? നമ്മൾ പേപ്പർ ഫിക്സ് ചെയ്ത് വെച്ചാൽ ആ പേപ്പറിനെ അതേപടി നിർത്തുന്നത് ഏതാണ്? ടൈപ്പ് ബാർ, പ്ലേറ്റൺ, റിബൺ, ക്യാരേജ്. എ. ടൈപ്പ് ബാർ, ബി. പ്ലേറ്റൺ, സി. റിബൺ, ഡി. മാർജിൻ ക്യാരേജ്. ഏതാണ് പേപ്പറിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്? ആൻസർ ഈസ് വാട്ട്? പ്ലേറ്റൺ. ദി പ്ലേറ്റൺ holds the paper in place. The platen holds the paper in place. Then which is the correct complementary clause used in the DO letter? What is the full form of DO letter? Demi official. അർത്ഥ ഔദ്യോഗിക കത്തിനെയാണ് നമ്മൾ DO letter എന്ന് പറയുന്നത്. അപ്പം which is the complementary clause? നമുക്ക് ലെറ്ററിനെല്ലാം കോംപ്ലിമെൻ്ററി ക്ലോസ് ഉണ്ട്. എല്ലാ ലെറ്ററിനും ഒരേ കോംപ്ലിമെൻ്ററി ക്ലോസ് അല്ല. In DO letter which complementary clause is used? Yours faithfully, yours truly, yours obediently, yours sincerely. ഇതിലെ ഏത് കോംപ്ലിമെൻ്ററി ക്ലോസ് ആണ് നമ്മളൊരു DO ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ, ഒരു ടൈപ്പിസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. DO ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് കോംപ്ലിമെൻ്ററി ക്ലോസ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്? എ. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, ബി. യുവേഴ്സ് ട്രൂലി, സി. യുവേഴ്സ് ഒബീഡിയൻലി, ഡി. യുവേഴ്സ് സിൻസിയർലി. ഈസ് ആൻസർ യുവേഴ്സ് സിൻസിയർലി. DO ലെറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് യുവേഴ്സ് സിൻസിയർലി. മലയാളത്തിലാണെങ്കിൽ ആത്മാർത്ഥതയോടെ എന്ന് ഉപയോഗിക്കും. മലയാളം കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. മലയാളത്തിലാണെങ്കിൽ ആത്മാർത്ഥതയോടെ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത് നമ്മൾ. ഇംഗ്ലീഷിലാണെങ്കിൽ യുവേഴ്സ് സിൻസിയർലി. അതാണ് DO ലെറ്ററിൻ്റെ കോംപ്ലിമെൻ്ററി ക്ലോസ്.
അല്ലാതെ ഒബിയസ് ഫെയ്ത്ത്ഫുള്ളിയോ ട്രൂലിയോ ഒബീഡിയൻലിയോ അല്ല. ഓരോ ലെറ്ററിനും കോംപ്ലിമെൻ്ററി ക്ലോസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ DO ലെറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? യുവേഴ്സ് സിൻസിയർലി. Then the shift lock key is used for, when we use shift lock key, then moving the carriage to the right, locking the keyboard, continuous capital letters typing, D releasing margin. A moving the carriage to the right, B locking the keyboard, C continuous capital letters typing, D releasing margins. What is the answer? Shift lock key. Shift lock key is used for continuous capital letters typing. ഷിഫ്റ്റ് കീ അല്ല, ഷിഫ്റ്റ് ലോക്ക് കീ. ഷിഫ്റ്റ് കീ ആണെങ്കിൽ സിംഗിൾ ആയിട്ട് ലെറ്ററോ ഒരു ക്യാപിറ്റൽ ലെറ്ററോ സിമ്പിളോ ഉപയോഗിക്കാനാണ് ഉപയോഗിക്കുന്നത് ഷിഫ്റ്റ് കീ. ഷിഫ്റ്റ് ലോക്ക് കീ ഈസ് യൂസ് ടു കണ്ടിന്യൂസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഓർ അപ്പർ കേസ് ടൈപ്പിംഗ്. വിച്ച് കമ്പോണൻറ്റ് ഹോൾഡ്സ് ദി പേപ്പർ ടൈറ്റ്ലി എഗനിസ്റ്റ് ദി പ്ലേറ്റൺ? വിച്ച് component holds the paper tightly against the platen? A. Paper support, B. Type guide, C. Paper bail, D. Ribbon spool. Which is the answer? Paper bail ആണ് പേപ്പറിനെ ടൈറ്റ് ആയിട്ട് പ്ലേറ്റിനുമായിട്ട് എന്ത് ചെയ്യുന്നത്? ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഏകദേശം ഫങ്ഷൻസ് ആൻഡ് പാർട്ട് ആൻഡ് ഫങ്ഷൻസിനെ സംബന്ധിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. ഒരു 20 ക്വസ്റ്റ്യനോളം നമ്മൾ പറഞ്ഞു. ആ ക്വസ്റ്റ്യനകത്തുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങൾക്ക് ഇത് അത്യാവശ്യമുള്ളതാണ്, മറന്നു പോകരുത്, റിവൈസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.